കണ്ണൂരിൽ കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ CPM-ന്റെയും ബലാബലം പരിശോധിക്കുന്ന മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ വലിയ ബി ജെ പിക്ക് ഇല്ലാത്ത മണ്ഡലമാണ്. 10-ൽ താഴെ മാത്രമാണ് ശതമാനം മാത്രമാണ് ബിജെപിക്ക് സ്വാധീനമില്ലാത്ത ഇടങ്ങളിലും നരേന്ദ്രമോദിക്ക് അതാണ് അടുത്ത ചോദ്യത്തിൽ നമ്മൾ ചോദിക്കാൻ പോകുന്നത്. കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാരോട് ചോദിക്കുന്നു, ആരായിരിക്കണം നമ്മുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എത്തേണ്ടത്? ഉത്തരം പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുള്ളയാൾ എന്ന രീതിയിലുമാകാം, അവർക്ക് ആഗ്രഹമുള്ള രീതിയിലുമാകാം. ഉത്തരമെത്തുന്നു, ആരായിരിക്കണം അടുത്ത പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് കണ്ണൂരിലെ വോട്ടർമാർ. രാഹുൽ ഗാന്ധി, സുജയ 41.9%. രാഹുൽ ഗാന്ധി തന്നെയാണ് കണ്ണൂരിന്റെ ചോയ്സ്. 42% ആളുകളും രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് ആഗ്രഹിക്കുമ്പോൾ നരേന്ദ്രമോദി ആകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരാണ്? 34% എന്ന് പറയുമ്പോൾ 8% വ്യത്യാസം. കണ്ണൂര് അതത്ര അത്ഭുതകരമൊന്നുമല്ല. പക്ഷേ ഈ 34%വും 42% തമ്മിൽ 8% വ്യത്യാസമേ ഉള്ളൂ എങ്കിലും അവിടെ ഒരു BJP മനസ്സുകൂടി വർക്ക് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാനൊരു അതിനെ രണ്ടായി കാണുന്നു. ഒന്ന്, വികസനത്തിന് 41% ആളുകൾ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലത്തിൽ നരേന്ദ്രമോദി ഒരു വികസനത്തിന്റെ പ്രതീക്ഷായ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നതാകാം ഒരുപക്ഷെ. ആ രീതിയിൽ ഒരു വികസനത്തിന്റെ നായകൻ എന്ന രീതിയിൽ, അഴിമതി ഏറ്റവും കുറഞ്ഞ പ്രധാനമന്ത്രി എന്ന രീതിയിൽ, സിസ്റ്റമാറ്റിക് കറപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ സൈദ്ധാന്തികമായ ചർച്ചകളാണെങ്കിലും വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്നത് നരേന്ദ്രമോദി എന്നൊരു പൊളിറ്റിക്കൽ ഇമേജാണ്. അത് പാർട്ടിയുടെ വോട്ടിനേക്കാൾ മോദിയുടെ വോട്ടാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, എങ്ങനെയുണ്ട് പെർഫോമൻസ്? നരേന്ദ്രമോദി സർക്കാരിന്റെ പെർഫോമൻസ് അത് കണ്ണൂരുകാർ എങ്ങനെയാണ് റേറ്റ് ചെയ്യുന്നത്? മികച്ചതാണോ അതോ മോശമാണോ? കണ്ണൂരിന്റെ റേറ്റിംഗ് അത് ഞെട്ടിക്കുന്ന ഒരു റേറ്റിംഗ് ആണ്. ഞെട്ടരുത് സർ. അതെ, വളരെ മികച്ചത് എന്ന് 16 പോയിന്റ്. ഞാനതിൽ ഞെട്ടിയില്ല ഉണ്ണി ബാലകൃഷ്ണൻ. കാരണം 41% ആളുകൾ മികച്ചത് ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മണ്ഡലത്തിൽ നരേന്ദ്രമോദിയുടെ കമ്മ്യൂണിക്കേഷൻ അഥവാ സിസ്റ്റത്തിന്റെ കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഫലം കണ്ടിട്ടുണ്ട്. പക്ഷേ കണ്ണൂര് വളരെ പൊളിറ്റിക്കലായ ഒരു സ്ഥലമാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമ്പോൾ തന്നെ അതിനൊക്കെ ഉപരിയായിട്ട് മതേതരത്വം, ജനാധിപത്യം, അല്ലെ, ഈ പറയുന്ന തുല്യത, ഇങ്ങനെയൊക്കെയുള്ള ആശയങ്ങൾക്ക് വലിയ വേരോട്ടമുള്ളൊരു മണ്ണാണ് കണ്ണൂര്. അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന വികസന പ്രവർത്തനത്തിന്റെ പേരിൽ മോഡി അംഗീകരിക്കുക, വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ കേന്ദ്ര സർക്കാരിനെ അംഗീകരിക്കുക, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് പിന്നെ കണ്ണൂരുകാർക്കുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. പക്ഷേ റിസൾട്ട് അത്ഭുതപ്പെടുന്നതാണ്. 26% ആളുകൾ അത് മോശമാണ് എന്ന് പറയുമ്പോൾ 37.2% ആളുകൾ കേന്ദ്ര സർക്കാർ മെച്ചപ്പെട്ടതാണ്. ആ കണക്കിങ്ങനെയാണ്. വളരെ 16% വളരെ മികച്ചത് 9.6. രണ്ടും കൂടി നോക്കിയാൽ 26 മാത്രമേ ഉള്ളൂ. എന്നാൽ മോശം എന്ന് പറയുന്നവരാണ് കൂടുതൽ. 37.2. That's great. അപ്പോൾ നോക്കൂ, അപ്പോൾ കണക്ക് വളരെ ക്ലിയർ ആണ്. കണ്ണൂർ പൊളിറ്റിക്കലായിട്ടാണ് ആലോചിക്കുന്നത്. പക്ഷേ 25% ആളുകൾക്ക് മോദിയുടെ ഭരണം ഓക്കെ, കുഴപ്പമില്ല എന്ന അഭിപ്രായം കണ്ണൂരിലുണ്ട്, ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ മോദിക്ക് 32% കിട്ടുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക്. അതേപോലെ തന്നെ ആ കേന്ദ്ര സർക്കാർ മികച്ചതാണെന്ന് കരുതുന്ന 26% പേരുണ്ടാകുന്നു. അപ്പൊ നിശ്ചയമായും അവിടെ ഒരു BJPക്കുള്ള ശക്തി കൂടി അത് തെളിയിക്കുന്നുണ്ട്. അതെ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ, ആ പ്രതിച്ഛായക്ക് കണ്ണൂരും ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അത് എവിടെയാണ്? അത് നമ്മൾ നോക്കേണ്ട കാര്യം 10% മാത്രം താഴെ മാത്രമാണ് ഇതുവരെ അവിടെ NDAക്ക് അല്ലെങ്കിൽ BJPക്ക് കിട്ടിയിട്ടുള്ള വോട്ട് വീതം. 2014, 19, 21 എല്ലാം 10-ൽ താഴെയാണ്. അവിടെയാണ് ഈ കടന്നുകയറ്റം ഉണ്ടാകുന്നത്. കൂടുതൽ ആളുകളിലേക്ക് പെനട്രേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് ഒരുപക്ഷെ ഇത്തവണ വോട്ടായില്ലെങ്കിലും അടുത്ത നിയമസഭയിൽ അത് മണ്ണ് ഇളകി തുടങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു മനസ്സ് ഇളകി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് BJPക്കൊപ്പം പോകണമെങ്കിൽ മറ്റനേകം ഘടകങ്ങൾ അതിനുകൂടെ ഒരുമിച്ച് വരേണ്ടതുണ്ട്. അവർക്കൊരു സ്ട്രോങ് ഡെവലപ്ഡ് ആയിരിക്കുന്ന ഒരു കാര്യം നോക്കൂ. അടിസ്ഥാനമായി കോൺഗ്രസും BJPയും തമ്മിൽ സാമ്പത്തിക നയത്തിൽ, ഇപ്പോൾ CPM-ഉം തമ്മിൽ സാമ്പത്തിക നയത്തിൽ വ്യത്യാസമില്ല എന്ന നിലപാടിലെത്തിയിരിക്കുന്നു ഭൂരിപക്ഷം ആളുകളും. എല്ലാവരും വികസനം, കോർപ്പറേറ്റിസം ഒക്കെ അംഗീകരിക്കുന്ന അവസ്ഥയാണ്.